അങ്കമാലി അർബൻ സർവീസ് സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബാങ്കിലെ വായ്പകളും നിക്ഷേപങ്ങളും വിശദമായി പരിശോധിക്കണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. വ്യാജ അംഗത്വവും ഒപ്പുമിട്ട് വലിയ വായ്പകൾ എടുത്ത് തട്ടിച്ചെന്ന പരാതിയുമായി കൂടുതൽ പേർ ബാങ്കിനെതിരെ രംഗത്തെത്തി. തട്ടിപ്പിന് കൂട്ടുനിന്ന ബാങ്ക് ഡയറക്ടർമാർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് BJP ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. എൻ്റെ പേരിൽ ഇവിടെ നിലവിലുള്ളത് 25 ലക്ഷത്തിൻ്റെ ലോണാണുള്ളത്. പിന്നെ എൻ്റെ വൈഫിൻ്റെ പേരിൽ ഒരു 25 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഓട്ടോ തൊഴിലാളിയാണ്. ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളിയുടെ പേരിൽ INTUSന്റെ പേരിൽ ഇവിടെ ഒരു മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് ഫണ്ട് എടുത്തു തന്നു. ഒരു 10,000 രൂപ ഞങ്ങൾക്ക് ധനസഹായം എന്ന ലെവലിൽ തന്നു. അത് നമ്മൾ അടച്ചു തീർത്ത് എല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് അതിൻ്റെ പേപ്പർ വരെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്കിത് അറിയില്ല എങ്ങനെ ഇത് വന്നതെന്ന്. എൻ്റെ അഡ്രസ്സ് വരെ ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് പോലും അറിയില്ല. ഞാനിപ്പോൾ അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ച ആയിട്ടുള്ളൂ. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ട് വന്ന് ഞാൻ വെറുതെ അന്വേഷിച്ചാണ്. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിക്കാൻ വന്നില്ല. അതിന് മുന്നായിട്ട് തന്നെ എനിക്ക് നോട്ടീസ് വന്നു വീട്ടിലേക്ക്. എനിക്ക് ആകെ ഉള്ളത് 4 സെൻറ്റ് സ്ഥലവും 400 സ്ക്വയർ ഫീറ്റ് വീടാണ്. പഞ്ചായത്ത് പോലും എൻ്റെ വീടിന് കരാർ ഇട്ടിട്ടില്ല. ടാക്സ് അടയ്ക്കാത്ത വീടാണ്. 400 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകൾക്ക് ടാക്സ് വേണ്ട. റാഫി കരീം വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റാഫി, നിക്ഷേപകർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? ഏത് തരത്തിലാണ്? എന്താണ് പ്രതിഷേധത്തിന്റെ സ്വഭാവം? എങ്ങനെയാണ്? രേഷ്മ, നിക്ഷേപകരുടെ പ്രതിഷേധവും ഒപ്പം തന്നെ വ്യാജ വായ്പകൾക്ക് ഇരയായ ആളുകളുടെ പ്രതിഷേധവും ബാങ്കിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്കമാലിയിലുള്ള അർബൻ സഹകരണ ബാങ്കിന് മുന്നിൽ BJPയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും ഒപ്പം തന്നെ ഈ വായ്പ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രധാനമായും ഈ വായ്പ തട്ടിപ്പിന് ഇരയായ ആളുകളുണ്ട്. ഏകദേശം 357ഓളം ആളുകൾ ഈ വായ്പാ തട്ടിപ്പിനിരയായ ആളുകളാണ്. ഒപ്പം തന്നെ അത്ര തന്നെ നിക്ഷേപകരും അവരുടെ തുക മടക്കി ലഭിക്കുന്നതിന് വേണ്ടി ബാങ്കിലേക്ക് എത്തുന്നുണ്ട്. നിക്ഷേപകർ ബാങ്കിലേക്ക് എത്തി വലിയ തോതിലുള്ള ബഹളം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കണക്കുകൾ അനുസരിച്ച് 537 വായ്പകളാണ് ഈ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്ന് നൽകിയിരിക്കുന്നത്. അതിൽ 400-ലധികം വായ്പകളും വ്യാജ വായ്പകളാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 75 കോടിയിലധികം രൂപയുടെ വ്യാജ വായ്പകൾ ഈ അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ നിന്ന് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിക്ഷേപത്തിന്റെ 70% തുക വായ്പയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ 362 വായ്പകളും 25 ലക്ഷം രൂപയിലധികം വരുന്ന വായ്പകളാണ്. ഈ സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 25 ലക്ഷം രൂപയാണ് പരമാവധി വായ്പ നൽകാവുന്ന തുക. അങ്ങനെ പരമാവധി വായ്പ നൽകാവുന്ന തുകയുടെ വായ്പകളാണ് ആകെ നൽകിയ വായ്പകളിൽ ഭൂരിപക്ഷവും എന്ന് വേണം പറയാൻ. അത്തരത്തിൽ വലിയ തട്ടിപ്പാണ് അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ നടന്നിരിക്കുന്നത്. മരിച്ച ആളുകളുടെ പേരിൽ പോലും വായ്പകൾ എടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 4 അംഗങ്ങളുടെ പേരിലാണ് വായ്പ എടുത്തിരിക്കുന്നത്. അതിൽ ഒരാൾ മരിച്ചയാളാണ്, മറ്റൊരാൾ വർഷങ്ങളായി വിദേശത്തുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ പോലും വായ്പകൾ നൽകിയിട്ടുണ്ട്. ബാങ്കിൽ മെമ്പർഷിപ്പോ അക്കൗണ്ടോ ഇല്ലാത്ത ആളുകളുടെ പേരിലും വായ്പകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് 2017 മുതൽ ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2005-ലാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റായി PT പോൾ എന്ന ആൾ ചുമതലയേൽക്കുന്നത്. ഈ PT പോൾ ഈ ഒക്ടോബർ മാസമാണ് മരിക്കുന്നത്. ഒക്ടോബർ മാസം PT പോൾ മരിച്ചതിന് ശേഷമാണ് ബാങ്കിലെ വായ്പകളും ഒപ്പം തന്നെ നിക്ഷേപവും സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുന്നത്. ഈ പരിശോധനകളിലാണ് വലിയ തട്ടിപ്പ് പുറത്തു വരുന്നതും. PT പോളിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വലിയ തട്ടിപ്പുകൾ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. PT പോളും ഒപ്പം തന്നെ മറ്റൊരു വ്യവസായിയും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നിക്ഷേപകരും ഒപ്പം തന്നെ ഈ വായ്പാ തട്ടിപ്പിന് ഇരയായ ആളുകളും പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. എന്നാൽ ഈ വ്യാജ വായ്പകൾ നൽകിയിരിക്കുന്നത് വ്യാജരേഖകൾ ഉപയോഗിച്ചുകൂടിയാണ് എന്നുള്ളതാണ് ഈ തട്ടിപ്പിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ശരി, വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെയും ഈ വ്യാജ വായ്പാ തട്ടിപ്പിനിരയായ ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.